പ്രധാനപ്പെട്ട ഒരു തെറ്റിദ്ധാരണ നമുക്കുള്ളാവുന്നത്. പലപ്പോഴും പലരും പറയാറുണ്ട് ബ്രെഡ് ശരിയല്ല, കാരണം അത് മൈദയിൽ നിന്നൊക്കെയാണ് ഉണ്ടാക്കുക. പക്ഷേ ഹോൾ ഗ്രെയിൻ ബ്രെഡ് കഴിക്കുന്നത് ആരോഗ്യത്തിന് വളരെ ഗുണപ്രദമാണ്. അതിൽ എനിക്കും എതിരഭിപ്രായം പൂർണ്ണമായിട്ടൊന്നുമില്ല. പക്ഷേ എന്നാലും ഈ ഹോൾ ഗ്രെയിൻ ബ്രെഡ് എന്ന് പറഞ്ഞ് നമുക്ക് കിട്ടുന്നത് നമ്മളൊരു കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഉദാഹരണത്തിന് നിയമപ്രകാരം 51% റിഫൈൻഡ് കാർബോഹൈഡ്രേറ്റ്, റിഫൈൻഡ് ഗ്രെയിൻസ് അല്ലെങ്കിൽ തവിട് നീക്കിയ ഗ്രെയിൻസ് ചേർത്ത സാധനത്തിനെ പോലും, ഒരു ബ്രെഡിനെ പോലും നമ്മൾ വിളിക്കുന്നത് ഹോൾ ഗ്രെയിൻ ബ്രെഡ് എന്ന് തന്നെയാണ്. പക്ഷേ നമ്മൾ ആലോചിക്കേണ്ടത് അതിനകത്ത് വളരെ കുറച്ച് മാത്രമേ ശരിയായ തവിടോട് കൂടിയിട്ടുള്ള ഗോതമ്പ് മണികളുള്ളൂ. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇത് വാങ്ങുന്ന സമയത്ത് അതിൻ്റെ മുകളിൽ കൃത്യമായിട്ട് 100% ഹോൾ ഗ്രെയിൻ ബ്രെഡാണോ, ഹോൾ ഗ്രെയിൻസ് ആണോ ഉപയോഗിച്ചിട്ടുള്ളതെന്ന് നോക്കുക. വെറുതെ ഹോൾ ഗ്രെയിൻ ബ്രെഡ് എന്ന് പറയുമ്പോൾ തന്നെ അത് നല്ലതാണെന്ന് വിചാരിച്ച് നമ്മൾ ചാടിക്കറി വാങ്ങരുത്. 100% ഹോൾ ഗ്രെയിൻ ബ്രെഡ് ഉള്ളത് മാത്രം നിങ്ങൾ വാങ്ങുക. അതിൻ്റെ കൂടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഓരോ സ്ലൈസിലും 3 ഗ്രാമെങ്കിലും പ്രോട്ടീൻ ഉണ്ട് എന്നും അതിൻ്റെ കണ്ടൻറ്റിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അത് വ്യക്തമായിട്ട് അത് രേഖപ്പെടുത്തിയത് മാത്രമേ നല്ല തരത്തിൽപ്പെട്ട ബ്രെഡായിട്ട് നമുക്ക് പരിഗണിക്കാൻ വേണ്ടി കഴിയുള്ളൂ.